എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തെരണ്ടി വറുത്തരച്ച കറിയാണ്. വറുത്തരച്ച തെരണ്ടിക്കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി. ഈ കറി തയ്യാറാക്കാനായി 250 ഗ്രാം തെരണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള, തേങ്ങ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അഞ്ചാറ് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ഇഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് സവാള, ഒരു കഷ്ണം സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ടിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. സവാളയെല്ലാം നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പിടി തേങ്ങയും ഇട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിരിയമുളക് പൊടി 2 ടീസ്പൂൺ. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് കൂടുതലായോ കുറവായോ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് പിരിയമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. പൊടികൾ നല്ലപോലെ മൂത്ത് വരണം. പൊടികൾ നല്ലപോലെ മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് തണുത്ത ശേഷം മിക്സി ജാറിലിട്ടിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം. പൊടികൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് തണുത്ത ശേഷം അരച്ചെടുക്കുക. വൃത്തിയാക്കി വെച്ച മീനും തെരണ്ടിയും ഇതിലേക്ക് കുറച്ച് സവാള, തക്കാളി, പച്ചമുളക്, കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി നല്ലപോലെ കഴുകി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ആ കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അരച്ച് വെച്ച തേങ്ങ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരച്ച് വെച്ച തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. കറി എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ച് നല്ലപോലെ വെന്ത് കുറുകി വരുമ്പം വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി കറി വാങ്ങി വെക്കുക. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ നിങ്ങൾ തെരണ്ടിക്കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി കറിയിലേക്ക് താളിച്ചൊഴിക്കാനായി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി മുറിച്ചതും കറിവേപ്പിലയും ഇതൊന്ന് മൂത്ത് വരണം. സവാള മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ പിരിയമുളക് പൊടി ഈ വറവിലേക്ക് ഇട്ട് ചൂടാക്കി കറിയിലേക്ക് ഒഴിച്ചാൽ നല്ല ടേസ്റ്റും കളറും കറി നല്ല കളറും ഉണ്ടാവും. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ല രുചിയുള്ള വറുത്തരച്ച തെരണ്ടിക്കറി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തി, ദോശ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ
ഇത് ഇന്ന് കഴിക്കുന്നതിനേക്കാളും നാളെത്തേക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ. താങ്ക് യു ഫോർ വാച്ചിങ്.